അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഞാനിവിടെ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, റബ്ബിനെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചില വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥനയുടെ തുടക്ക ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ ചില സുപ്രധാന പാഠങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക വ ഇബ്നു അമതിക നാസിയതി ബിയദിക എന്ന് പറയുന്ന തുടർന്നങ്ങോട്ട് നീണ്ടുപോകുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ തുടക്ക ഭാഗത്ത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. ഇവിടെ ഞാൻ നിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരു കഴിവും തന്നെ ഇല്ല റബ്ബേ, ഞാൻ നിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു അടിമ മാത്രമാണ്. ശരിക്കൊരടിമ. ഒറിജിനലി നമ്മുടെ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനൊരു വ്യക്തിയുടെ അടിമയായാൽ അവൻ്റെ കീഴിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുണ്ടാകുന്ന ആ മനസ്സ്, അതിനേക്കാളും വിനയം, അതിനേക്കാളും ഒരു കീഴൊതുക്കം ആ റബ്ബിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വ ഇബ്നു അബ്ദിക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയുടെ ഒരു മകനാണ്. വ ഇബ്നു അമതിക, ഞാൻ നിന്റെ ഒരു അടിയാത്തിയുടെ ഒരു മകനാണ് എന്ന് പറഞ്ഞ് നമ്മളെ പരിപൂർണമായിട്ട് അല്ലാഹുവിനെ സമർപ്പിച്ചിട്ട് അവിടെ പറയുന്നൊരു വാചകം നാസുയത്തി ബിയദിക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാസുയത്തി ബിയദിക, എൻ്റെ കൺട്രോൾ മുഴുവനും, എൻ്റെ നിയന്ത്രണം പരിപൂർണമായിട്ടും നിന്റെ കയ്യിലാണ്. ഈ വാചകത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, നാസിയത്തി ബിയദിക എന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്, അത് മനുഷ്യൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ വിഷയത്തിലും എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലും എനിക്ക് ഒരു ഇടപെടലുമില്ല, എനിക്കൊരു തീരുമാനങ്ങളുമില്ല, എനിക്കതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ. അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തലാണ് ആ ഒരു വാക്ക്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇങ്ങനൊരു വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ, അതായത് എന്നെ കൊണ്ടോ എൻ്റെ ശരീരം കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മാത്രമല്ല തുടർന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതേ അവസ്ഥ മറ്റു അല്ലാത്ത ബാക്കിയുള്ള സകല സൃഷ്ടികളുടെ മേലും അവൻ ഈ കാര്യം മനസ്സിലാക്കി. അതായത് സകല സൃഷ്ടികളുടെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവർക്ക് അവരുടെ ശരീരം കൊണ്ടോ അവരുടെ കഴിവുകൾ കൊണ്ടോ അവരുടെ സമ്പത്ത് കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു വ്യക്തിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സകല സൃഷ്ടികളെ തൊട്ടും ഉള്ള എല്ലാ ഭയം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് പോകും. ആ ബാക്കിയുള്ള സകല സൃഷ്ടികളോടുമുള്ള നമ്മുടെ സകല പ്രതീക്ഷകളും നമുക്ക് മാറും. ആ പ്രതീക്ഷയും ഭയവും എല്ലാം നമുക്ക് അള്ളാഹുവിലോട്ട് മാത്രം വരും. അങ്ങനെ മാറുന്നൊരവസ്ഥ, ഇത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ഉദാഹരണത്തിന് നമ്മളൊരു ഉദാഹരണത്തിന് ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മൾ പോയി. അവിടെ പോയിട്ട് നമ്മൾ ജോലിക്ക് അന്വേഷിക്കുന്നു. നമ്മൾ പല ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. ചിലത് നടക്കും, ചിലത് നടക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു വ്യക്തി, എൻ്റെ ബന്ധുവുണ്ട്, ആ ബന്ധുവിനെല്ലാം നോക്കിക്കോളും എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ തവക്കുൽ ആർക്ക് കൊടുത്തു? നമ്മുടെ മനസ്സിൽ ഈമാൻ അവിടെ കൊടുത്തു, ആ ഒരു കൂട്ടുകാരൻ്റെ തലയിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ മൈന്യൂട്ട് ലെവലിലൊരു പ്രശ്നമാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് അള്ളാഹുവിലേക്ക് എന്തെങ്കിലും തവക്കുലുണ്ടോ? ഇല്ല. നമുക്ക് പറയുമ്പോൾ ഉണ്ടാവും, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു റബ്ബിൻ്റെ മുകളിൽ ഒരു തവക്കുലായിട്ടുള്ള രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് പോയിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മനുഷ്യരുടെ കഴിവിലും അവരുടെ കയ്യിലുള്ള സമ്പത്തിലും അവരുടെ സ്വാധീനത്തിലും നമ്മൾ ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ ഭരമേൽപ്പിക്കത്തില്ല എന്നാണ് ഈ ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അവരുടെ ശരീരം കൊണ്ടോ അവരുടെ സമ്പത്ത് കൊണ്ടോ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷകൾ മുഴുവനും അള്ളാഹുവിനാണ്. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നത് അത് റബ്ബിന് മാത്രമാണ് എന്നുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന ആ ഒരു ബോധ്യം, ആ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ എത്തേണ്ടത്. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവും തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അടുത്ത് പറയുവാൻ വേണ്ടി പറഞ്ഞത്. അതിനാൽ
ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുടെയും യഥാർത്ഥമായ അർത്ഥം ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ജീവിതം വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നമുക്കൊരു മനുഷ്യരുടെ ഇടയിലേക്ക് ഇടപെട്ടുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, അവിടെ നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കാര്യം നടത്തുന്നതും എല്ലാം പരിപൂർണമായിട്ട് ചെയ്തു തന്നതും അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ കൊണ്ടാണ് അത് സാധിച്ചത്, അല്ലാതെ മറ്റു സൃഷ്ടികളുടെ കഴിവുകൾ കൊണ്ടല്ല എന്ന് നമ്മൾക്ക് ബോധ്യത്തോടു കൂടി മാത്രമേ നമ്മൾ ഇടപെടാൻ പരിശ്രമിക്കാവൂ. അല്ലാഹു തആല കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായൊരു മാറ്റം കൊണ്ടുവരുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.